ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, വലിയൊരു നോമ്പ് കാലത്തിൻ്റെ അവസാന ഘട്ടങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ്. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിലെ വലിയ ദൈവാനുഗ്രഹം നൽകുന്ന ഒരു നോമ്പ് കാലത്തിലൂടെ കടന്നു പോവുകയും ഏറ്റവും അവസാനത്തെ ഈ നോമ്പിൻ്റെ ഏറ്റവും അവസാനത്തെ ദിനങ്ങളിലേക്ക് എത്തുകയും കർത്താവിൻ്റെ കഷ്ടാനുഭവ ആഴ്ചയിലേക്ക്, പ്രത്യേകിച്ച് കുരിശുമരണം, ഉദ്ധാനം, ആ ഒരു പ്രധാനപ്പെട്ട ദിവസങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ്. നമുക്കറിയാം, എല്ലാ തിരുനാളുകളും, സഭയിലെ എല്ലാ തിരുനാളുകൾക്കും മുമ്പ് ഒരു നോമ്പും ഉപവാസവും പ്രാർത്ഥനയും നമ്മൾ ജീവിതത്തെ നയിക്കണം എന്ന് നമ്മൾ പറയാറുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം, ക്രിസ്മസ്, കർത്താവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട് 25 ദിവസം സഭയിലെല്ലാവരും നോമ്പ് നോൽക്കണം, ഉപവസിക്കണമെന്ന്. അതോടൊപ്പം തന്നെ പരിശുദ്ധ അമ്മയുടെ തിരുനാളുകൾ, അതോടൊപ്പം തന്നെ നമ്മുടെ വ്യക്തിപരമായ നമ്മുടെ ഇപ്പോൾ നമ്മൾ അനുഷ്ഠിക്കുന്ന ഈ ഏറ്റവും പ്രധാനപ്പെട്ട കർത്താവിൻ്റെ കുരിശുമരണ, ഉദ്ധാനം, ഈ തിരുനാളിന് വേണ്ടി 50 ദിവസം നമ്മൾ ഉപവസിക്കണം. ഇങ്ങനെ എല്ലാ തിരുനാളുകൾക്കും മുമ്പ് നമ്മൾ കൃത്യമായി ഒരു നോമ്പിലൂടെയും ഒരു പരിത്യാഗ പ്രവൃത്തിയിലൂടെ നമ്മൾ കടന്നു പോകണം. നമുക്കറിയാം, ഉദ്ധാന തിരുനാളിൻ്റെ അനുഗ്രഹം ആ ഉദ്ധാന തിരുനാളിൻ്റെ അന്ന് കുർബാനയിൽ, വിശുദ്ധ കുർബാനയിലും മറ്റ് ശുശ്രൂഷയിലും ഒക്കെ പങ്കെടുക്കുമ്പോഴാണ് കിട്ടുന്നത് എന്ന് നമുക്കറിയാം. എന്നാൽ അത് കിട്ടണമെങ്കിൽ ഈ 50 ദിവസത്തെ പരിത്യാഗ പ്രവൃത്തി, 50 ദിവസത്തെ ഉള്ള ഒരു വിശുദ്ധ ജീവിതം അത് ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ അനുഷ്ഠാന ക്രമങ്ങളിൽ ഈ ഒരു നീണ്ട കാലത്തെ പരിത്യാഗ പ്രവൃത്തി ഏറ്റവും ആവശ്യം. ക്രിസ്മസിന് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോഴും 25 ദിവസം കൃത്യമായ ഒരു പ്രാർത്ഥനയോടുകൂടി നമ്മൾ ആ ഈശോയുടെ ജനന തിരുനാൾ ആഘോഷിക്കുമ്പോഴാണ് അനുഗ്രഹം. അതോടൊപ്പം തന്നെ ഈ ഒരു വലിയ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഇതിൻ്റെ അനുഗ്രഹമെല്ലാം നമുക്ക് കിട്ടുന്നത് ഈ 50 ദിവസത്തെ വലിയ പ്രാർത്ഥനയിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ഈ ആഴ്ചയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മളെല്ലാവരും കുറച്ച് പേരൊക്കെ നോമ്പ് നോക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ പോലും ഇനിയും അങ്ങനെ ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ പോലും ഇനിയും വിശുദ്ധിയോടുകൂടി ഇതിനെ സമീപിക്കാനും വിശുദ്ധിയോടുകൂടി കർത്താവിൻ്റെ കഷ്ടാനുഭവ ആഴ്ചയിലെ ആ ശുശ്രൂഷയിലൊക്കെ പങ്കെടുക്കാനും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ ഒരു വചനഭാഗം നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തെ വിശുദ്ധിയോടുകൂടി കാത്തുപാലിക്കുന്നതാണ് യഥാർത്ഥ ആരാധന എന്ന്. നമുക്കറിയാം, ദിവ്യകാരുണ്യ ഈശോയെ ആരാധിക്കുന്നത് പോലെ തന്നെ കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ശരീരത്തെ വിശുദ്ധിയോടുകൂടി കാത്തുപാലിക്കുക. ആ വിശുദ്ധിയോടുകൂടി കാത്തുപാലിക്കുന്നതാണ് കർത്താവ് ആഗ്രഹിക്കുന്ന യഥാർത്ഥ ആരാധനയെന്ന് വചനം പറയുകയാണ്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു തിരുനാളിന് വേണ്ടി ഒരുങ്ങുമ്പോൾ നമ്മൾ എങ്ങനെ ഒരുങ്ങണം? കഷ്ടാനുഭവ ആഴ്ചയിലേക്ക് കർത്താവിൻ്റെ സഹനങ്ങളെ സമീപിക്കുമ്പോൾ നമ്മൾ ഭൗതികമായ ആഘോഷങ്ങളോ ഭൗതികമായ കാര്യങ്ങൾ ചെയ്യുന്നതിനപ്പുറം ഈ ശരീരത്തെ വിശുദ്ധിയോടുകൂടി കാത്തുപാലിച്ച് അങ്ങനെ ഒരു ആരാധന നടത്തിയാണ് നമ്മൾ ഈ കഷ്ടാനുഭവ ആഴ്ചയിലേക്ക് പ്രവേശിക്കേണ്ടത്. അതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു നോമ്പ് കാലത്തിലൂടെ നമുക്ക് കടന്നു പോകാം. ഈ തിരുനാളുകളുടെ എല്ലാ ദൈവാനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായും അനുഗ്രഹിക്കട്ടെ.